ഇനി രണ്ടാമത്തെ മറ്റൊരു അധികാരമുണ്ട്. പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സർവായുധ വർഗത്തെ ചവിട്ടാനുള്ള അധികാരം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കുണ്ട്. നന്നായിട്ട് അറിഞ്ഞുകൊള്ളണമേ, ഈ അധികാരം ദൈവമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ അനേകർക്ക് അതിന്റെ ആഴമൊന്നും അറിഞ്ഞുകൂടാ. ചിലരിങ്ങനെ ഭൂതശാന്തിക്കും രോഗശാന്തിക്കും ഒക്കെ വരപ്രാപ്തന്മാരെ തേടിപ്പോകും. അതുമല്ല കാനഡയിൽ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വരണമെന്നാണ് ചിന്ത. അങ്ങനെയല്ല ദൈവമക്കളെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് 2 അധികാരം കിട്ടിയിട്ടുണ്ട്. യേശു സിയോനിൽ രാജാവായി തീർന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു അധികാരമുണ്ട്. അതേതെന്നറിയാമോ? പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സർവായുധ വർഗത്തെയും ചവിട്ടി മെതിപ്പാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നെന്ന് പറഞ്ഞത് നമ്മുടെ യേശുവാണ്. വിശുദ്ധന്മാർക്ക് എന്തിന് അധികാരമുണ്ട്? പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ ശക്തികളെയും ചവിട്ടുവാൻ. ഈ ആഴമേറിയ അറിവ് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കണം. ഒന്ന്, ഞാനൊരു ദൈവ പൈതലാണെന്ന് അവകാശപ്പെടുവാൻ ഉള്ള അധികാരം ദൈവം നമുക്ക് തന്നു. 2, യേശു തോൽപ്പിച്ചു കളഞ്ഞ സാത്താനിൽ ശേഷിപ്പുള്ളതിനെ ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം എന്റെ കർത്താവ് എനിക്ക് തന്നു. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? നമ്മളതൊന്ന് വിശ്വസിച്ച് ഏറ്റു പറയാമോ? സാത്താൻ ജീവനും കൊണ്ട് ഓടിപ്പോകും. അടുത്ത കാലത്ത് ഒരു പിശാചി ബാധിതനായ ഒരു സഹോദരൻ സാത്താൻ ഇങ്ങനെ എതിർത്ത് നിന്ന് സംസാരിക്കുകയാണ്. അവൻ ഏറ്റവും അധികം വിറയ്ക്കുന്നത് യേശു സിയോനിൽ രാജാവായി തീർന്നെന്ന് പറയുമ്പോഴാണ്. അവൻ എന്റെ കാല് പിടിച്ചു പറയുകയാണ്, ദയവായി നിങ്ങൾ ആ ഒരു വാക്ക് പറയരുതേ, ഇനിവേ മറ്റെന്തു വേണമെങ്കിലും പറഞ്ഞു, യേശു സിയോനിൽ രാജാവായി എന്ന് പറയരുത്. അവൻ ഈയൽ പോലെ വിറയ്ക്കുന്നത് കൊണ്ട് അവസാനം ഒരു ചോദ്യം, ആര് കൽപ്പിച്ചിട്ടാണ് നിങ്ങൾ എന്നോട് പോകാൻ പറയുന്നത്? സ്വർഗത്തിലെ ദൈവം പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും പിശാചിന്റെ സർവായുധ വർഗത്തിന്റെ മേലും ചവിട്ടി മെതിപ്പാനുള്ള അധികാരം എന്റെ ദൈവം എനിക്ക് തന്നെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ വിശുദ്ധന്മാർക്ക് ജഡശരീരത്തിലായിരിക്കുമ്പോൾ ചില അവകാശങ്ങളുണ്ട്, ഇനിയും ചില അധികാരങ്ങളും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞാൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ സാത്താനോട് നാം ദൈവാത്മാവിൽ ആശ്രയിച്ച് എതിർത്ത് നിന്നാൽ നമുക്ക് ജയകരമായൊരു ജീവിതം ചെയ്യാം. ഇത് അറിയത്തില്ലെങ്കിൽ സാത്താൻ നമ്മളെ വിരട്ടിക്കളയും. ഈ നായ്ക്കൾ നമ്മളെ ആക്രമിക്കുന്നതിനെ കുറിച്ച് ഈയിടെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു. ലോക പ്രശസ്തനായൊരു സുവിശേഷകനും തന്റെ ഭാര്യയും കൂടെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് മനുഷ്യനെ അലട്ടുന്ന ഭയത്തെ കുറിച്ച് പഠിച്ചതാണ്. താൻ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഏതാണ്ട് 32 ഭയം മനുഷ്യനെ അലട്ടുന്നുണ്ട്. ലോകത്തിൽ മനുഷ്യന്റെ രോഗങ്ങളുടെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു ശക്തി ഭയമാണ്. മനുഷ്യൻ എന്തെല്ലാം കാര്യത്തെ പേടിക്കുന്നു. ചിലർക്ക് ഇരുളിനെ പേടിയാണ്, ചിലർക്ക് രോഗമില്ലെങ്കിലും രോഗം വരുമോ എന്നുള്ള പേടിയാണ്, ഇനിയും ചിലർക്ക് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് പേടിയാണ്, പരീക്ഷ എഴുതാൻ കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്, ഏകാന്തത പേടിയാണ്, ഇരുളിനെ പേടിയാണ്, ജനക്കൂട്ടത്തെ കാണുന്നത് പേടിയാണ്. അങ്ങനെ ഭയത്തിന്റെ ഒരു നീണ്ട നിരയുണ്ട്. ഈ ഭയത്തിന്റെ പിന്നിൽ ഒരു ദണ്ഡനമുണ്ട് പ്രിയമുള്ളവരെ. അതിൽ താൻ എഴുതിയിരിക്കുന്നത്, ഒരു മനുഷ്യൻ യാത്ര ചെയ്തു പോകുമ്പോൾ അപരിചിതമായ ഒരു നായ അവനെ കണ്ടാൽ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇവന്റെ ഭയമാണ്. ഇവരിങ്ങനെ അങ്ങോട്ട് ഭയപ്പെട്ടാൽ ഉടനെ ശരീരത്തിന്റെ രോമമെല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ഇത് കണ്ടാൽ ഉടനെ എങ്ങനെയോ ഇവൻ അറിയുമെന്നാ പറയുന്നത്. ഇവന്റെ ആ ശ്രദ്ധ കൊണ്ട് മനുഷ്യ ശരീരം ഭയപ്പെട്ടിട്ട് അവന്റെ ശരീരത്തിലെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന കാണുമ്പോഴേ അറിയാം ഇവനെ 8 അടി പൊക്കവും 1.5 ടൺ ഭാരവും ഉണ്ടെങ്കിലും ഇവൻ തികച്ചും പേടിത്തൊണ്ടനാണ്. ഒന്ന് മൂളിയാൽ ഇവൻ ഭയപ്പെടുമെന്ന്. സാത്താൻ ഇതുപോലെയാണ് നമ്മെ ആക്രമിക്കുന്നത്. സാത്താന് നമ്മുടെ വണ്ണവും നീളവും നമ്മുടെ വയറൊന്നും സാത്താന് വിഷയമല്ല. അവൻ നമ്മളെ എടുത്ത് കറക്കി എറിയും. എന്നാൽ ഈ അറിവ് നമുക്ക് വേണം. ദൈവം എന്നെ തന്റെ മകനാക്കി തീർത്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരമുണ്ട്. രണ്ടാമത്, പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സർവായുധ വർഗത്തെയും ചവിട്ടുവാനുള്ള അധികാരം വിശുദ്ധന്മാർക്കുണ്ട്. ലോകത്തിൽ 2 അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇനി 1000 ആണ്ട് വാഴ്ചയിൽ വിശുദ്ധന്മാർക്ക് ചില അധികാരമുണ്ട്. അത് ലോകത്തെ ഭരിക്കും. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. നിത്യതയിൽ ചെല്ലുമ്പോൾ വിശുദ്ധന്മാർക്ക് ചില അധികാരമുണ്ട്. അത് ദൂതന്മാരെ വിധിക്കും. ഇങ്ങനെ വിധിയുടെ നീണ്ട നിര വിശുദ്ധന്മാരിൽ മറയപ്പെട്ടിട്ടുണ്ട്. ആകയാൽ യേശുവിനെ അനുഗമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, നാം വെളിച്ചത്തിൽ നടക്കും. വെളിച്ചമായ കർത്താവിനെ അനുഗമിച്ച് അവൻ യാത്ര ചെയ്ത് വെളിച്ചത്തിന്റെ നഗരമായ യെരൂശലേമിൽ അവന്റെ ആത്മാവ് പോയി ചേരും. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, മുമ്പേ നിങ്ങൾ ഇരുളിന് ദാസരായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ വെളിച്ചമാകുന്നു. വെളിച്ചമായ
യേശുവിനെ അനുഗമിച്ച് വെളിച്ചത്തിന്റെ നഗരമായ യെരൂശലേമിൽ പോകണം. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം സമീപസ്ഥരായി എന്നാ പറയുന്നത്. നമ്മളെല്ലാവരും സമീപസ്ഥരായി, ദൈവത്തോട് ഏറ്റവും സമീപസ്ഥരാണ് നമ്മൾ. ദൈവം നമ്മുടെ അടുക്കൽ ഏറ്റവും അടുത്ത് വരും. സമീപസ്ഥരായി ദൈവത്തോടും ദൈവത്തിന്റെ വിശുദ്ധന്മാരോടും. അങ്ങനെയല്ലേ വായിക്കുന്ന എഫെസ്യർ 2:13 വായിച്ചാട്ടെ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. കർത്താവായ യേശുവിനെ നമ്മൾ അനുഗമിച്ചതുകൊണ്ട് നാം ദൈവത്തോട് സമീപസ്ഥരാണ്. മുമ്പേ നമ്മളെല്ലാം പുറമ്പോക്കിൽപ്പെട്ടവരായിരുന്നു. വേദപുസ്തകം നമ്മെ വിളിച്ചിരുന്നത് പുറംജാതികൾ എന്നാണ്. അങ്ങനെയല്ലേ കർത്താവായ യേശുവിന്റെ അടുക്കൽ ഒരു ദരിദ്രയായ കനാന്യ സ്ത്രീ ചെന്നിട്ട് തന്റെ കുഞ്ഞിന് സൗഖ്യം തരണം എന്ന് പറഞ്ഞ് യാചനയോടെ അവൾ കൈനീട്ടുമ്പോൾ യേശു തിരിഞ്ഞെന്ന് പറയുകയാണ്, ഇസ്രായേലിൽ കാണാതെ പോയതിനെ തേടിയാണ് വന്നത്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ല. കരുണ കൂടാതെ രക്ഷകൻ അവളെ വിളിച്ചത് നായെന്നാണ്. എങ്കിലും അവൾ യാചിച്ചു, യജമാനനെ മേശയിൽ നിന്ന് അടർന്നു വീണു പോകുന്ന ആ അപ്പമെങ്കിലും നായാ എനിക്ക് തരണമേ. രക്ഷകൻ അവളെ തുറിച്ചു നോക്കി. യഹൂദന്മാർക്കിടയിൽ കാണാത്ത വിശ്വാസം കണ്ടിട്ട്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചെന്ന് പറയുകയാണ്. ആകിയാൽ മുൻപേ നമ്മൾ ദൂരസ്ഥരായിരുന്നു, എന്നാൽ ഇപ്പോൾ നാം സമീപസ്ഥരാണ്. ആരോടൊക്കെ? ഒന്നാമത് ദൈവത്തോടും രണ്ടാമത് വിശുദ്ധന്മാരോടും. അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. അപ്പോസ്തലനായ പൗലോസിനോടും പത്രോസിനോടും യോഹന്നാനോടും നമ്മുടെ പിതാക്കന്മാരോടൊക്കെ നമുക്കൊരു വലിയ ബന്ധമുണ്ട്. അനേക ദൈവമക്കൾക്ക് അതിന്റെ ആഴമറിയാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പൗലോസ് പറയുകയാണ്, മുൻപേ നിങ്ങൾ ദൂരസ്ഥർ, വളരെ പുറമ്പോക്കിൽ, അന്യപ്പെട്ട് പുറമ്പോക്കിൽ എറിയപ്പെട്ടവരായിരുന്നു. യേശുവിങ്കൽ വന്നപ്പോൾ നിങ്ങൾ ഇന്ന് സമീപസ്ഥരാണ്. ദൈവത്തോടും തന്റെ വിശുദ്ധന്മാരോടും. ദൈവത്തോട് നമുക്കൊരു ആഴമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നാം വേദനപ്പെടുന്ന നാളിലൊക്കെ ദൈവം നമ്മുടെ സമീപത്ത് വരും. മനസ്സുരുകി കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആശ്വസിപ്പിക്കാൻ അടുക്കൽ വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തോട് ഇന്ന് നാം സമീപസ്ഥരാണ്. അതാണ് വിശുദ്ധന്മാർക്ക് ലോകത്തിൽ വെളിച്ചത്തിലുള്ള അവകാശത്തിൽ ഒന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ നമുക്ക് ദൈവത്തോട് ഈ സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അടുപ്പം സ്വർഗമാണ് നമുക്ക് ദാനമായി തന്നത്. മുമ്പേ ഒരു വലിയ വേർപാടിന്റെ നടിച്ചുവരുണ്ടായിരുന്നു. യഹൂദന്മാർ ചിന്തിച്ചത് അവരാണ് ദൈവമക്കൾ, ബാക്കിയെല്ലാം പുറംജാതികൾ. ഇല്ല, ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഇല്ലായിരുന്നു. ഇസ്രായേലിന് ദൈവം ആ പ്രമാണം കൊടുക്കുമ്പോൾ ജാതികളുടെ പാപം പാളയത്തിൽ വരാതിരിപ്പാൻ ഒരു വേർപാട് കൽപ്പിച്ചിരുന്നു. എന്നാൽ യഹൂദന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? തങ്ങൾ ദൈവത്തിന്റെ ജനമെന്നും ശേഷിപ്പുള്ള എല്ലാവരും പുറംജാതികൾ എന്ന് പറഞ്ഞ് വേർപാടിന്റെ നടിച്ചുവർ കെട്ടിയുണ്ടാക്കി. എന്നാൽ കർത്താവായ യേശു കാൽവറിയിൽ മരിക്കുമ്പോൾ യഹൂദൻ കെട്ടി ഉയർത്തിയ വേർപാടിന്റെ നടുച്ചുവാർ ഇടിഞ്ഞുപോയി. മശിഹ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്കപ്പുറം യെരൂശലേമിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സകല ഭൂസിമ വാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിച്ചുകൊള്ളുവേ. എന്തൊരു അത്ഭുതമായ വാക്കാണ്. ദാവീദ് പറഞ്ഞു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. യെശയ്യാവ് എന്താണ് പറയുന്നത്? നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞ് നിങ്ങൾ രക്ഷ പ്രാപിച്ചുകൊള്ളുവീൻ. അതിൽ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനോ ഇല്ല. ഏതു മനുഷ്യനും യേശുവിങ്കൽ തിരിഞ്ഞ് അവന് നീതിയെ വിശുദ്ധിയെ പ്രാപിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൂരസ്ഥരായ നാം യേശു ക്രിസ്തുവിൽ കൂടെ ഇന്ന് ഏറ്റവും സമീപസ്ഥരായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തതായി ഈ യേശുവിനെ അനുഗമിച്ചത് കൊണ്ട് നമുക്ക് ആഴമേറിയ ഒരു ബന്ധം കിട്ടി. അത് ആരോടാണെന്നറിയാമോ? നല്ല ഒലിവിനോട്. റോമാലേഖനത്തിൽ വരുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തില് പൗലോസ് പറയുകയാണ്, മുൻപേ നീ കാട്ടൊലിവായിരുന്നു. കാട്ടൊലിവ് ഇസ്രായേലിലെ വനം പ്രദേശങ്ങളിൽ മലഞ്ചരുവുകളിൽ നിന്ന് കാട്ടൊലിവായിരുന്നു. കാട്ടൊലിവായ നിന്നെ കൊണ്ടുവന്ന് നല്ല ഒലിവിനോടുകൂടെ ചേർത്തൊട്ടിച്ചു. ബഡ് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. പുരാതന കാലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ വല്ല ജാതിയോ റബ്ബറോ ഒക്കെ ബഡ് ചെയ്ത് പിടിപ്പിക്കും. ഇത് പണ്ടേ ഉണ്ട്.
പൗലോസ് ജാതികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുകയാണ്, കാട്ടൊലിവായ നിന്നെ കൊണ്ടുവന്ന് നല്ല ഒലിവിനോടുകൂടെ ചേർത്തൊട്ടിച്ചു. ആരാണ് ഈ നല്ല ഒലിവ്? ഇത് അബ്രഹാം എന്ന നമ്മുടെ പിതാവാണ്. കർത്താവായ യേശുവിനെ അനുഗമിച്ചവരെ, നിങ്ങൾക്ക് വെളിച്ചത്തിൽ എന്തൊക്കെയാണ് അവകാശം ലഭിക്കുന്നത്? നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു ഹൃദയമുണ്ട്, നിങ്ങൾ നീതിയോടെ ഭൂമിയിൽ ജീവിക്കുന്നു, അതിലുപരി ആഴമേറിയ ഒരു പ്രത്യാശയുണ്ട്, അതിലുപരിയായി ഇന്ന് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നു, ദൈവത്തോട് നിങ്ങൾ സമീപസ്ഥരായിരിക്കുന്നു. അതിലുപരിയായി ബൈബിൾ പറയുന്നത് നല്ല ഒലിവിനോടുകൂടെ ചേർത്തൊട്ടിച്ചു. വായിച്ചാട്ടെ, റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ച് ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ കാട്ടൊലിവായ നിന്നെ കൊണ്ടുവന്നു. നമ്മുടെയൊക്കെ ആരംഭത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? കാട്ടൊലിവായിരുന്നു. ഇസ്രായേൽ മലനാട്ടിൽ ചെന്ന കാട്ടത്തി കാണാം. പണ്ട് ഒരു ഭക്തനായ സഖായി വലിഞ്ഞു കയറിയത് കാട്ടത്തിയുടെ മേലായിരുന്നു. എന്നാൽ വീണ്ടും ബൈബിൾ പറയുന്നു ഇനി കാട്ടൊലിവെന്ന് പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ കാട്ടുമുന്തിരി എന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ മലനാടുകളിൽ കണ്ടിരുന്ന അല്ലെങ്കിൽ വെറുക്കപ്പെട്ട അവസ്ഥയായിരുന്നു കാട്ടൊലിവിൻ്റെത്. പുറം ജാതികളെ പൗലോസ് വിളിച്ചിരിക്കുന്നത് കാട്ടൊലിവെന്നാണ്. കാട്ടൊലിവായ നല്ലൊരു മലയാള വാക്കുണ്ട്. ആരോ ഒന്ന് അഹങ്കരിച്ചു പറഞ്ഞപ്പോൾ പൗലോസ് പറയുക, നീ ഞെളിയാതെ ഭയപ്പെടുക, നീ ഞെളിയരുതേ ഭയപ്പെടുവി. കാട്ടൊലിവായ നിന്നെ കൊണ്ടുവന്ന് നല്ല ഒലിവിന്റെ ഇടയിൽ കയറ്റി ഒട്ടിച്ചു. ബഡ് ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഒട്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനിത് ചേത്തക്കൽ ഫെയ്ത്തോമിൽ താമസിക്കുമ്പോഴാണ് കണ്ടത്. അതിന്റെ സമീപത്ത് റബ്ബർ ബഡ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഇതങ്ങോട്ട് ഒട്ടിക്കണമെങ്കിൽ ഒരു കമ്പേ വെച്ച് കെട്ടിയാൽ പോരാ, പകരം ഒന്ന് നീക്കിക്കളയണം. അവിടെ നിന്നൊരല്പം ഇതിന്റെ തൊലി വെട്ടിക്കളഞ്ഞ ശേഷമാണ് ഈ 105ന്റെ തൊലി കയറ്റി ഒട്ടിക്കുന്നത് കണ്ടത്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു നല്ല പരിപാടി പണ്ടേ ആരംഭിച്ചു. ആരാണ് ആരംഭിച്ചെന്നറിയാമോ? ദൈവം തമ്പുരാൻ. കാട്ടൊലിവായ നിന്നെ ഒടിച്ചെടുത്തിട്ട് നല്ല ഒലിവിന്റെ കൊമ്പ് ഒടിച്ചു കളഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കയറ്റി ഒട്ടിച്ചു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ എന്ത് അവകാശമുണ്ട്? നല്ല ഒലിവിനോടുകൂടെ അവകാശമുണ്ട്. ഇനി നമുക്ക് നോക്കാം, ആരാണ് ഈ നല്ല ഒലിവ്? ഇത് യേശു ക്രിസ്തു അല്ല പ്രിയമുള്ളവരെ. ഈ ഒലിവ് അബ്രഹാമാണ്. അബ്രഹാം നമ്മുടെ പിതാവാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ്. അബ്രഹാം ഇസ്രായേൽ എന്ന ജാതിയെ വെട്ടിയെടുത്ത പാറയാണ്. അദ്ദേഹവുമായി നമുക്കെങ്ങനെ ബന്ധം? ദൈവം അബ്രഹാമിനെ കൽദേരുടെ പട്ടണത്തിൽ നിന്ന് കൊണ്ടുവന്നു. മനോഹരമായ ഒലിവ് തൈ കൊണ്ടുവന്ന് കനാനിൽ അങ്ങ് നട്ടു. ഈ ഒലിവ് അങ്ങോട്ട് വളർന്നു. ശക്തിപ്പെട്ടുടനെ ഈ ഒലിവ് രണ്ടായിട്ട് അങ്ങ് പിരിഞ്ഞു. ഇടതു സൈഡിലേക്ക് ഒരു ശിഖരം പോയി. അതായിരുന്നു പേർഷ്യൻ നാടുകളിൽ പടർന്നു കിടന്ന അറബികൾ. ഇനിയും വലതു സൈഡിലേക്ക് മറ്റൊരു ഒലിവ് കമ്പ് വളർന്നു. അതിങ്ങനെ വളർന്നു വന്നപ്പോൾ അത് രണ്ടായി പിരിഞ്ഞു. അതാണ് ഇസ്ഹാക്കിന്റെ വംശം. ഇസ്ഹാക്കിന് 2 മക്കൾ ജനിച്ചു. ഒന്ന് യാക്കോബ്, മറ്റൊരുവൻ ഏശാവ്. ആ താഴേക്ക് പോയ ശിഖരമാണ് ഇന്ന് ആഫ്രിക്കയിൽ പടർന്നു കിടക്കുന്ന ഏദോമ്യന്റെ വംശം. വീണ്ടും ഒരു കൊമ്പ് ശിഖരം മുൻപോട്ട് വളർന്നു. അത് യാക്കോബ് എന്ന കൊമ്പായിരുന്നു. ഈ യാക്കോബ് എന്ന കൊമ്പിൽ നിന്ന് പിന്നീട് 12 ശിഖരങ്ങൾ ഇങ്ങോട്ട് പൊട്ടി വളർന്നു. ആ ശിഖരത്തിൽ ഏറ്റവും ബലപ്പെട്ട ശിഖരം യഹൂദയുടേതായിരുന്നു. യഹൂദ എന്ന ശിഖരം ബലപ്പെട്ടു വളർന്നു. ആ യഹൂദയിൽ നിന്നാണ് ഇശായി വന്നത്. ആ ഇശായിൽ നിന്നാണ് ദാവീദ് വന്നത്. ആ ദാവീദിൽ നിന്നാണ് നമ്മുടെ മശിഹ വന്നത്. ആ മശിഹായിലത്രേ എന്നെയും നിങ്ങളെയും കൊണ്ട് ഒട്ടിച്ചത്. നമുക്ക് എന്താണ് കിട്ടിയത്? നല്ല ഒലിവിനോടുകൂടെ അവകാശമുണ്ട്. അബ്രഹാം എന്റെ പിതാവാണ്, അവന്റെ വാഗ്ദത്തത്തിൽ ഞാൻ അവകാശിയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ലഭിച്ച അവകാശത്തിൽ ഒന്ന് കാട്ടൊലിവായ നിന്നെ കൊണ്ടുവന്ന് നല്ല ഒലിവിന്റെ കൂടെ ചേർത്തൊട്ടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ തുടങ്ങി താഴോട്ടൊന്ന് നമുക്ക് ആ ജനറേഷൻ നോക്കാം. നമ്മൾ നേരെ യേശു ക്രിസ്തുവിൽ വരും. യേശു ക്രിസ്തു ഇങ്ങോട്ട് വന്ന് 28 തലമുറ കഴിഞ്ഞപ്പോൾ ദാവീദിൽ വന്നു. ദാവീദിൽ നിന്ന് അവന്റെ അപ്പനായ ഇശായുടെ ഇതിൽ വന്നു. ഇശായിൽ നിന്ന് താഴോട്ട് വന്നാൽ യഹൂദയിൽ വന്നു. യഹൂദയിൽ താഴോട്ട് വന്നാൽ യാക്കോബിൽ വന്നു. യാക്കോബിൽ താഴോട്ട് വന്നാൽ ഇസഹാക്കിൽ വന്നു. ഇസഹാക്കിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആ തായ്തടിയായ അബ്രഹാമിൽ വന്നു. അബ്രഹാം ആരാണ്? അവൻ വിശ്വാസികളുടെ പിതാവാണ്. ഹല്ലേലൂയ! നമുക്ക് സ്വർഗം നൽകിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് കാട്ടൊലിവായ നിന്നെ കൊണ്ടുവന്ന് നല്ല ഒലിവിനോടുകൂടെ ചേർത്തൊട്ടിച്ചു. എന്തിനാണെന്നറിയാമോ? ഒട്ടിച്ചതിന്റെ പ്രാകൃതം വെളിപ്പെടുത്താനല്ല. നമ്മുടെ നാട്ടിൽ ബഡ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയാമോ? ആ ബഡ് ചെയ്യുന്ന ആ ശിഖരത്തിന്റെ ഫലമാണ്
ഈ കർഷകൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ബഡ് ചെയ്യുമ്പോൾ അങ്ങനല്ല. ഇവിടെ നമ്മെ കൊണ്ട് ബഡ് ചെയ്തപ്പോൾ എന്താ പറയുന്നത്? നിന്റെ പഴയ പ്രാകൃതം എടുക്കാനല്ല, തായ്തടിയുടെ ഗുണം, അബ്രഹാമിന്റെ ഗുണം നിനക്ക് കിട്ടണം. അബ്രഹാമിന്റെ ഗുണം എന്തൊക്കെയാണ്? അബ്രഹാം വിശ്വാസത്താൽ നീതീകരിച്ചു. അബ്രഹാം ദൂരത്ത് നിന്ന് മോറിയ മല കണ്ടു. അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു. അബ്രഹാം ക്രമമായി ദൈവത്തെ പ്രസാദിപ്പിച്ചു. അബ്രഹാം യഹോവയ്ക്ക് യാഗപീഠം പണിതു. അബ്രഹാം ദൈവനഗരത്തെ നോക്കി ജീവിച്ചു. അബ്രഹാം വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത സന്തതിയെ നേടി. ഇതെല്ലാം അബ്രഹാമിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്. ദൈവമക്കളെ, ഇന്ന് നാം ദശാംശം കൊടുക്കുന്നു. അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചതാണ്? ഭൂമിയിൽ ആദ്യ ദശാംശം കൊടുത്തത് അബ്രഹാമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട, ആരോടും പറഞ്ഞു കൊടുക്കേണ്ട. സ്വർഗീയ ദർശനമുള്ളവന് അതൊക്കെ അങ്ങ് ആത്മാവിൽ ഗ്രഹിച്ചോളും. നമ്മൾ ചാർച്ചിട്ട് പ്രസംഗിച്ചൊന്നും അവനെ പഠിപ്പിക്കേണ്ട. അബ്രഹാം ദൂരത്ത് നിന്ന് മൽക്കിസദേക്കിനെ കണ്ടു. മൽക്കിസദേക്ക് എന്ന ശാലേൻ രാജാവ് വരുന്നു. അബ്രഹാം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. താനിങ്ങനെ ദൂരത്ത് നോക്കിയപ്പോൾ ആ മനുഷ്യൻ വളരെ ഉയർന്നവനാണ്. തന്റെ അടുക്കലേക്ക് അബ്രഹാം ഓടിച്ചെന്നു. തന്നിലുള്ള ദൈവ സാന്നിധ്യവും മുഖത്തുള്ള ഭാവഗാംഭീര്യവും കണ്ടപ്പോൾ അബ്രഹാമിന് പിടികിട്ടി തന്നെക്കാൾ മാന്യൻ ഇദ്ദേഹമാണ്. പെട്ടെന്ന് മുൻപിൽ വീണങ്ങ് വണങ്ങി. അദ്ദേഹം അങ്ങ് അനുഗ്രഹിച്ച് അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുകയാണ്. ശാലേൻ രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞുമായി വന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാമേ, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. അബ്രഹാം ഉടനെ അതുവരെയും സമ്പാദിച്ച നേടിയെടുത്ത സകലത്തിലും 10 അദ്ദേഹത്തിന് കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അദ്ദേഹം അത് കൈനീട്ടി വാങ്ങി. ഭൂമിയിൽ ആദ്യമായി ദശാംശം കൊടുത്തത് അബ്രഹാമാണ്. ഭൂമിയിൽ ആദ്യമായി ദശാംശം വാങ്ങിയത് മൽക്കിസദേക്കാണ്. കാട്ടൊലിവായ നിന്നെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചത് എന്തിനെന്നറിയാമോ? വഴിയെ പോകുന്ന തങ്കപ്പന്റെ വേഷം കണ്ടു പഠിക്കാനല്ല, അബ്രഹാമിന്റെ വേരിൽ നിന്ന് ജീവനാടികളായി വളർന്ന് ആ നന്മ കണ്ടു പഠിക്കാനാണ്. അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിച്ചു. നാം വേദപുസ്തകം വായിച്ചാൽ തന്റെ ദർശനങ്ങളൊക്കെ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. 4 പ്രധാന ദർശനം ഉണ്ടായിരുന്നു. 1 ഖനാനെ കുറിച്ചുള്ള ദർശനം, 2 മോറിയ മലയെ കുറിച്ചുള്ള ദർശനം. 3 ദിവസത്തിനപ്പുറം അബ്രഹാം തലപൊക്കി നോക്കി മോറിയ മല കണ്ടു. തന്റെ മകനുമായി യാത്രയായി. സഹപ്രവർത്തകരെ, ദാസന്മാരെ ഒക്കെ അവിടെ നിർത്തി. അവർ ആരാധനയ്ക്ക് ഒരു തടസ്സമാണ്, ആരാധനയ്ക്ക് ഒരു വേർപാട് വേണം. അതുവരെ ഇതൊക്കെ ചുമന്നുകൊണ്ട് വന്ന ദാസന്മാരോട് പറഞ്ഞു, ഇവിടെ എവിടെയെങ്കിലും കിടന്നോ, ഞാനും മോനും കൂടെ പോയിട്ട് വരാം. അങ്ങനെ അബ്രഹാം ദൂരത്ത് വെച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മോറിയ മല കണ്ടു. താൻ വളരെ വയോധ്യനും തന്റെ ഭാര്യയായ സാറായുടെ ശരീരം നിർജീവമാണ്. പ്രകൃതിയുടെ പ്രതിഭാസമായ വാർദ്ധക്യം തന്നിൽ പടർന്നു പിടിച്ചതുകൊണ്ട് തനിക്കൊരു സന്തതി ലഭിക്കത്തില്ലെന്ന് അബ്രഹാമിന് അറിയാം. എങ്കിലും അബ്രഹാം വിശ്വസിച്ചു. അവന്റെ 100ാമത്തെ വയസ്സിൽ അവൻ വാഗ്ദത്ത സന്തതിയെ നേടി. കാട്ടൊലിവായ നമ്മെ കൊണ്ടുവന്ന് ഈ നല്ല ഒലിവിനോടുകൂടെ ഒട്ടിച്ചത് എന്തിനെന്നറിയാമോ? അബ്രഹാമിന്റെ സൽഗുണങ്ങളെ പഠിക്കുവാൻ. പൗലോസ് പറയാ, മുൻപേ നിങ്ങൾ കാട്ടൊലിവായിരുന്നു, കാട്ടൊലിവായ നിങ്ങളെ കൊണ്ടുവന്ന് നല്ല ഒലിവിൽ ഒട്ടിച്ചു. എന്നിട്ടൊരു നല്ല താക്കീത് കൊടുത്തിട്ടുണ്ട്, ഞെളിയാതെ ഭയപ്പെടുവീൻ. അതൊന്ന് വായിക്കാമോ? ഞെളിയാതെ ഭയപ്പെടുക. ഞെളിയാതെ ഭയപ്പെടുക. അടുത്തത്, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ പോകും. ഇസ്രായേലിന്റെ ശിഖരങ്ങളെ ഒടിച്ചു മാറ്റി പകരം എന്നെയും നിങ്ങളെയും അതിനോടുകൂടെ ചേർത്തൊട്ടിച്ചു. വിശുദ്ധന്മാർക്ക് വെളിച്ചമായ ക്രിസ്തുവിൽ എന്ത് അവകാശമുണ്ട്? യേശുവിനെ അനുഗമിക്കുന്നവന് സമാധാനമുള്ള ഹൃദയവും നീതിയുള്ള ജീവിതവും നല്ല പ്രത്യാശയുള്ള ഒരു ആത്മാവും ലഭിക്കും. അതിലുപരിയായി പാപവും അന്ധകാരവും നിറഞ്ഞ ലോകത്തിൽ അവൻ ദൈവ വെളിച്ചത്തിൽ അവൻ നടക്കും. അതിലുപരിയായി അവൻ ദൈവത്തിനും വിശുദ്ധന്മാർക്കും ഏറ്റവും സമീപസ്ഥനായി തീരും. ദൈവത്തിന് ഏറ്റവും സമീപസ്ഥരാണ്, വിശുദ്ധന്മാർക്കും ഏറ്റവും സമീപസ്ഥരാണ്. മുൻപേ നിങ്ങൾ ദൂരസ്ഥർ, ഇപ്പോഴോ നിങ്ങൾ സമീപസ്ഥർ. അതിലുപരിയായി ബൈബിൾ പറയുകയാണ്, നിങ്ങൾ നല്ല ഒലിവിനോടുകൂടെ ചേർത്തൊട്ടിച്ചു. എന്തിനാണെന്നറിയാമോ? വാഗ്ദത്തത്തിന് അവകാശി. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിച്ചാൽ വേദശാസ്ത്രികളുടെ കണക്കനുസരിച്ച് ഈ ബൈബിളിൽ 1000 പ്രവചനങ്ങളും 8000 വാഗ്ദത്തങ്ങളും ഉണ്ട്. ഞാനത് മെനക്കെട്ട് എണ്ണിയിട്ടില്ല, ഏതോ ഒരു വേദശാസ്ത്രിയുടെ ബുക്കിൽ ഞാൻ വായിച്ചതാണ്. 1000 പ്രവചനങ്ങളും 8000 വാഗ്ദത്തങ്ങളും ഉണ്ട്. അതിനെല്ലാം നമ്മൾ അവകാശിയാണ്. പൗലോസ് പറയുകയാണ്, സുവിശേഷത്താൽ നിങ്ങൾ ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാണ്. അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തം വാഴ്ത്തപ്പെട്ട മശിഹായിൽ നിവർത്തിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ വന്നെത്തുകയും ചെയ്തു. ആകയാൽ നമുക്ക് പഴയ ഭക്തന്മാരോടൊക്കെ ഒരു ബന്ധമുണ്ട്. നന്നായിട്ട് അറിഞ്ഞുകൊള്ളണമേ.
1000 ആണ്ട് വാഴ്ചയിൽ എല്ലാവരെയും നമുക്ക് കാണാം. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുപ്രാപിച്ചു വരുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽ നമുക്ക് ഈ ദാനിയേലിനെയും ജോസഫിനെയും മോശയൊക്കെ നമുക്ക് കാണാം. എന്തൊരത്ഭുതം! അതുകൊണ്ടാണ് തമ്പുരാൻ ഈ 1000 വർഷം വെച്ചിരിക്കുന്നത്. 6000 വർഷത്തിന്റെ ഇടിവിൽ ജീവിച്ച, അല്ലെങ്കിൽ കൃപായുഗത്തിന്റെ അവസാനം വരെ ജീവിച്ച സകല വിശുദ്ധന്മാരും കൂടെ ചേർന്ന് 1000 ആണ്ട് വാഴ്ചയുണ്ട്. ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്കത് ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ഞാനും നിങ്ങളും ഇന്ന് നല്ല ഒലിവിന്റെ കൊമ്പാണ്. അബ്രഹാം നമ്മുടെ പിതാവാണ്, ഇസഹാക്ക് നമ്മുടെ പിതാവാണ്, യാക്കോബ് നമ്മുടെ പിതാവാണ്. വിവാഹ നാളുകളിലൊക്കെ നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാർ ഇങ്ങനെ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പഴയ വാസ്യമാര് പറയും, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അതെന്താണ് അതിന്റെ കാരണം? അബ്രഹാം നമ്മുടെ പിതാവാണ്, ഇസഹാക്ക് നമ്മുടെ പിതാവാണ്, യാക്കോബ് നമ്മുടെ പിതാവാണ്, ജോസഫ് നമ്മുടെ പിതാവാണ്, ദാവീദ് നമ്മുടെ പിതാവാണ്. പൂർവകാല വിശുദ്ധന്മാരോട് എനിക്ക് നിങ്ങൾക്കും പങ്കും അവകാശവും തന്നത് കാട്ടൊലിവായ നമ്മെ കൊണ്ടുവന്ന് നല്ല ഒലിവിനോടുകൂടെ ചേർത്തൊട്ടിച്ച നീതിയുള്ള പിതാവിനെ നമുക്ക് സ്തുതിക്കാം. പൗലോസ് പറയുകയാണ്, വെളിച്ചത്തിൽ വിശുദ്ധന്മാർക്കുള്ള ഒരു അവകാശമുണ്ട്, അതിൽ നിങ്ങളെ കൊണ്ടുവന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിപ്പീൻ. ഇനി അടുത്തതായി തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ബൈബിൾ പറയുന്നത് നിങ്ങൾ ജീവനുള്ള കല്ലിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. മുമ്പേ നമ്മൾ എവിടെയോ പുറമ്പോക്കിൽ എറിയപ്പെട്ട കല്ലായിരുന്നു. അങ്ങനല്ലേ വായിക്കുന്നത്? വായിച്ചിട്ട് 1 പത്രോസ് 2:5 മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി പണിയുന്നു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ യേശുവിൽ എന്താണ് അവകാശം? മുൻപേ നിങ്ങൾ പുറമ്പോക്കിൽ എറിയപ്പെട്ടവരായി, മുമ്പേ നിങ്ങൾ കാട്ടൊലിവായിരുന്നു, മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, മുൻപേ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു. ഇങ്ങനെയുള്ള കുറെ വാക്കുകൾ എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നു, മുമ്പേ നിങ്ങൾ എവിടെയോ എറിയപ്പെട്ട ഒരു കല്ലായിരുന്നു, ഇങ്ങനെ പുറമ്പോക്കിൽ തള്ളപ്പെട്ടൊരു കല്ല്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എവിടെയാണെന്നറിയാമോ? യേശു എന്നൊരു മൂലക്കല്ല് പിതാവ് സിയോനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ശോധന ചെയ്ത ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അതിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പ്രിയമുള്ളവരെ, സ്വർഗം എന്നോടും നിങ്ങളോടും കാണിച്ച ഏറ്റവും വലിയ കരുണ ഏതെന്നറിയാമോ? ജീവനുള്ള കല്ലായ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ദൈവനിവാസം പണിയുവാൻ എന്നെയും നിങ്ങളെയും യോഗ്യരാക്കി. ദൈവം നമ്മോട് കാണിച്ച കരുണ എത്ര ഉന്നതമാണോ! പൗലോസ് പറയുകയാണ്, ജീവനുള്ള കല്ലായ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളെയും ചേർത്ത് വെച്ച് പണിയുകയാണ്. 2000 വർഷമായി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ കല്ലുകൾ ചേർത്ത് പണിയുകയാണ്. ഇതിൽ കറുത്ത കല്ലുണ്ട്, വെളുത്ത കല്ലുണ്ട്, വലിയ കല്ലുണ്ട്, ചെറിയ കല്ലുണ്ട്. അങ്ങനെ അനവധി കല്ലുകൾ ചേർത്ത് വെച്ച് ദൈവത്തിന്റെ നിവാസം പണിയുന്നു. മുൻപേ നിങ്ങൾ വെറുക്കപ്പെട്ടവരായിരുന്നു, ഇന്ന് അങ്ങനല്ല. ദൈവത്തിന്റെ നിവാസം പണിയുകയാണ്. മഹാനായ ശലോമോൻ യെരൂശലേം ദേവാലയം പണിയുമ്പോൾ ആ ദേവാലയത്തിന്റെ പണിയുടെ മഹത്വം ലോകത്തിൽ തന്നെ ഒരു അത്ഭുതമാണ്. ബൈബിൾ എഴുതിയിരിക്കുകയാണ്, വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ ഒരു ശബ്ദവും അവിടെ ഉണ്ടായിട്ടില്ല. മഴുവിന്റെയോ ചുറ്റിയയുടെയോ ഒന്നും ശബ്ദം ഉണ്ടായിട്ടില്ല. ലോകത്തിൽ ഇന്നും അതൊരു വലിയ അത്ഭുതം. ലോകം അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത്രയും വലിയൊരു ആലയം പണിയുക, എത്ര കോടി രൂപ ചെലവഴിച്ചാണ് ഇത് പണിതത്. പക്ഷെ അന്ന് അവിടെ ചുറ്റികയുടെയോ മഴുവിന്റെയോ ശബ്ദം കേട്ടില്ല. എന്താണ് അതിന്റെ രഹസ്യം? വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തു. രഹസ്യം അവിടെ എഴുതിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നൊരു ചോദ്യം ശാസ്ത്രം ചോദിക്കുമ്പോൾ തൊട്ടടിയിൽ എഴുതിയിരിക്കുകയാണ്, കുഴിയിൽ വെച്ച് തന്നെ കുറവങ്ങ് തീർത്തു. ഇന്ന് നമ്മൾ ഒരു നല്ല വെട്ടുകുഴിയിൽ കിടക്കുകയാണ്. പല വിശുദ്ധന്മാർ നമ്മെ മാറി 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 വെട്ടിയെടുത്ത് ദൈവത്തിന്റെ നിവാസം പണിയുന്നു. ഒരു കാലത്ത് പുറമ്പോക്കിൽ എറിയപ്പെട്ട എന്നെയും നിങ്ങളെയും കരുണാസമ്പന്നനായ ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന ദൈവസഭയായ വെട്ടുകുഴിയിൽ എത്തിച്ച് ദൈവം വെച്ച് അളവ് വെച്ച് അങ്ങോട്ട് വെട്ടുകയാണ്. അത് കയറി ഇറങ്ങിയൊക്കെ നിൽക്കും. ഏതായാലും വെട്ടി ക്രമപ്പെടുത്തി കൊണ്ടുപോയി ഒരു നല്ല സ്ഥലത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയത്, നിന്റെ സ്ഥാനം മറ്റൊരുത്തനായി പോകരുത്. ഓരോരുത്തർക്കും നിത്യതയിൽ ഒരു സ്ഥലമുണ്ട്. അത് കറക്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 8 ഇഞ്ച് നീളം വേണം, അല്ലെങ്കിൽ 2 ഇഞ്ച് ഘനം വേണം, 4 ഇഞ്ച് വീതി വേണം. ഇതൊക്കെ ഷാർപ്പായിട്ട് വെച്ചിരിക്കുകയാണ്. നീ സ്വർഗത്തിൽ ചെന്ന ശേഷം ബാക്കി വെട്ടാമെന്ന് ചിന്തിക്കരുത്. വെട്ടാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ശരിക്കും ദൈവം തമ്പുരാൻ വെട്ടും.
വെട്ടി ക്രമപ്പെടുത്തി പണിയും. പൗലോസ് പറയുകയാണ്, ജീവനുള്ള കല്ലായ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഇപ്പോൾ നിങ്ങളെയും ആത്മാവിൽ ദൈവത്തിന്റെ നിവാസം പണിയുന്നു. ഞാൻ നിങ്ങൾ ആരാണെന്നറിയാമോ? ദൈവനിവാസത്തിന്റെ കല്ലുകളത്രേ. സിയോന്റെയും യെരൂശലേമിന്റെയും കല്ലുകളാണ് പ്രിയമുള്ളവരെ. ഈ സത്യം ഒരിക്കലും നമ്മൾ മറന്നു കളയരുത്. സിയോന്റെയും യെരൂശലേമിന്റെയും കല്ലുകളായി ദൈവം നമ്മെ വെട്ടി പണിതുകൊണ്ടേ ഇരിക്കുകയാണ്. മുമ്പേ ആരായിരുന്നു? പുറമ്പോക്കിൽ എറിയപ്പെട്ടവർ. ഇപ്പോൾ നിങ്ങൾ യേശുവിൽ വന്നപ്പോൾ ആ നല്ല കല്ലിനോടുകൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു തന്നെ. പൗലോസ്ലിയ സഭയുടെ ആത്മീയ പണി കണ്ടിട്ട് പറയുകയാണ്, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലൻ, പ്രവാചകൻ എന്ന അടിസ്ഥാനത്തിൽ ആത്മാവിൽ നിന്നെയും പണിയുന്നു. എത്രയോ വർഷമായി ദൈവം പണിയുന്നു. ആ വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത വിശുദ്ധന്മാരെ ദൈവം ക്രമമായി ചേർത്തോണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവുമില്ല. നമ്മൾ മറുതലിപ്പാൻ ശ്രമിക്കാതെ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ വെട്ടി കറക്റ്റ് അളവിനെടുക്കും. യാതൊരു സംശയവുമില്ല. അവിടെ കൊണ്ടുവച്ചൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രം ശലോമോന്റെ ബിൽഡിംഗ് പണി അംഗീകരിക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ? അവിടെ ശബ്ദം കേൾക്കാതെ എങ്ങനെ പണിയാനൊക്കും? ഇത്രയും വലിയ ആലയം പണിതിട്ട് ശബ്ദം കേട്ടില്ലെന്നോ? അതെന്താണ്? ബൈബിൾ പറയുന്നു, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളും ആരാണെന്നറിയാമോ? ദൈവത്തിന്റെ നിവാസം പണിയുവാൻ ജീവനുള്ള കല്ലിനോടുകൂടെ നമ്മെ ചേർത്തിരിക്കുന്നു. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ നമ്മിൽ ആരംഭിച്ച പ്രവൃത്തിയെ തികച്ച് വെളിച്ചത്തിൽ വിശുദ്ധന്മാർക്കുള്ള അവകാശത്തിൽ നമ്മെ കൊണ്ടെത്തിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ, മുമ്പേ നാം തെറ്റി ഉഴന്ന ആടുകളെ പോലെയായിരുന്നു. വേദപുസ്തകത്തിലെ വാക്കുകൾ നമ്മൾ നോക്കിയാൽ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വെളിച്ചം. മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ നിങ്ങൾ സമീപസ്ഥർ. മുമ്പേ നിങ്ങൾ കാട്ടൊലിവായിരുന്നു, ഇപ്പോൾ നിങ്ങൾ നല്ല ഒലിവ്. മുൻപേ നിങ്ങൾ പുറമ്പോക്കിൽ എറിയപ്പെട്ട കല്ലായിരുന്നു, ഇപ്പോഴോ ദൈവനിവാസം പണിയുന്ന ഒരു കല്ല്. ഇനിയും പത്രോസ് ഒരു നല്ല വാക്ക് പറയുകയാണ്. എനിക്ക് നിങ്ങൾക്കുള്ള സംരക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയാണ്, മുമ്പേ നിങ്ങളൊക്കെ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായി. വായിച്ചാട്ടെ. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴും നിങ്ങളുടെ ആത്മാക്കളുടെ. നല്ല വാക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. തെറ്റി ഉഴലുന്ന ആടുകൾ. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ പല ആട്ടിൻകൂട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ. നല്ലൊരിടയനില്ലാതെ, നല്ലൊരു തൊഴുത്തില്ലാതെ, നല്ലൊരു സംരക്ഷണമില്ലാതെ, നല്ലൊരു താഴ്വരയില്ലാതെ, നല്ലൊരു ജലാശയമില്ലാതെ അലഞ്ഞവരാണ് ഞാൻ നിങ്ങളും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല പ്രിയമുള്ളവരെ. നമ്മുടെ സംരക്ഷണത്തെ കുറിച്ചൊക്കെ അറിയണം. പിശാചിടയ്ക്കൊക്കെ വന്ന് നമ്മളെ വിരട്ടിക്കളയും. നമ്മൾ അതൊന്നും കണ്ട് ഭയപ്പെടരുത്. നമ്മൾ ആരായിരിക്കുന്നു? ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ വെളിച്ചമായ യേശുവിൽ നമുക്കുള്ള അവകാശം എന്ത്? നമ്മുടെ അധികാരം എന്ത്? ഇതറിഞ്ഞേ നാം ദൈവസന്നിധി വിട്ടുപോകാവൂ. ഇപ്പോൾ പറയുകയാണ്, മുമ്പേ നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇടയനില്ലാത്ത ആടിന്റെ ഗതി എന്തായിരിക്കും? മറ്റെല്ലാ മൃഗങ്ങളിൽ നിന്നും ഏറ്റവും സാധുവായൊരു മൃഗമാണ് ആട്ടിൻകുട്ടി. വേദപുസ്തകം പഠിച്ചാൽ വിശുദ്ധന്മാരെയും അതുപോലെ യേശുവിനെയൊക്കെ സാമ്യപ്പെടുത്തുമ്പോൾ നല്ല ആട്ടിൻകുട്ടിയോട് സാമ്യപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയാണ്, മുമ്പ് നിങ്ങൾ യേശുവിൽ വരുന്നതിന് മുമ്പ് തെറ്റി ഉഴന്ന ആടുകളെ പോലെയാണ്. ഒരു സംരക്ഷണമില്ല, ആശ്വാസത്തിനൊരിടമില്ല, ഒരു നല്ല തൊഴുത്തില്ല, നല്ല പച്ചയായ ഒരു പുൽപ്പുറമില്ല, സമാധാനത്തിൽ ഒഴുകുന്ന ഒരു വെള്ളമില്ല, വടിയും കോലും കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു ഇടയനില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല പ്രിയമുള്ളവരെ. ദാവീദ് പാടിയതുപോലെ ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ചു പറയാം, യഹോവ എന്റെ ഇടയനത്രേ. മുമ്പേ ഞാൻ തെറ്റി ഉഴലുന്ന നാടിനെ പോലെ ആയിരുന്നു, ഇപ്പോഴോ എന്റെ ആത്മാവിന്റെ ഉടയവനായ നല്ല ഇടയന്റെ അടുക്കൽ ഞാൻ വന്നിരിക്കുന്നു. ഒരുവൻ യേശുവിൽ വരുമ്പോൾ അവൻ എന്ത് ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് ബൈബിൾ പറയാണ്, ഇന്ന് അവനൊരു നല്ല ഇടയന്റെ സംരക്ഷണമാണ്. ആ ഇടയന്റെ കയ്യിൽ നിന്ന് നമ്മളെ വലിച്ചൊന്നും പറിക്കത്തില്ല. ദാവീദ് ഇസ്രായേലിലെ നല്ല ഇടയനായിരുന്നു. ആ നല്ല ഇടയൻ രാജാവായപ്പോൾ യെരൂശലേമിലെ മനോഹരമായ അരമനയിൽ ഇരുന്നു കൊണ്ട് ഒരു ദിനത്തിൽ അവൻ സങ്കീർത്തനത്തിന്റെ
ഗീതത്തിന്റെ വരികൾ എഴുതി. യഹോവ എന്റെ ഇടയനാണ്. ക്രൈസ്തവ ലോകത്തില് മനസാക്ഷിയുള്ള ഏതൊരുവന്റെയും മനസ്സിന് കുളിർമ നൽകുന്ന തിരുവെഴുത്തിലെ ഏറ്റവും വലിയൊരു വാക്കാണ് ആ ഭക്തന്റെ പാട്ട്. യഹോവ എന്റെ ഇടയനാണ്, എനിക്ക് യാതൊരു കുറവും വരത്തില്ല. ഇന്ന് രാത്രിയിൽ എത്ര പേർ കേറ്റു പറയാ യഹോവ എന്റെ ഇടയനാണ്? മുൻപേ ഞാൻ തെറ്റി ഉഴലുന്ന ആടിനെ പോലെ ആയിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഞാൻ ആരാണ്? എന്റെ ആത്മാവിന്റെ ഉടയവനായ ഇടയന്റെ അടുക്കൽ വന്നു. ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഉടയവനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു നല്ല ഇടയന്റെ കസ്റ്റഡിയിലാണ്. നമ്മൾ അതിനാൽ പേടിക്കേണ്ട. നമ്മുടെ ഇടയൻ നല്ല ഇടയനാണ്. എന്നാണ് ആ ഇടയന്റെ പ്രത്യേകത? യേശു തന്നെ പറഞ്ഞു, ഞാൻ സാക്ഷാൽ നല്ല ഇടയനാണ്. എന്റെ ആടുകളുടെ ശബ്ദം ഞാൻ അറിയുന്നു. ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു. ഞാൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവൻ സ്നേഹത്തിന്റെ ഭുജം കൊണ്ട് നമ്മെ താങ്ങുന്നു. ഒരിക്കലാ ഇടയൻ പറയുകയാണ്, എന്റെ ബലമുള്ള കരത്തിൽ നിന്ന് വലിച്ചു പറിപ്പാൻ ആർക്കും സാധ്യമല്ല. പിന്നീട് ഒരിക്കലൊരു അപ്പോസ്തലൻ പറഞ്ഞു, അവന്റെ ബലമുള്ള കരത്തിൽ അവൻ നമ്മെ ഒരു നാളും കൈവിടത്തില്ല. ബലമുള്ള കരത്തിൽ നിന്ന് വലിച്ചു പറിക്കത്തില്ലെങ്കിൽ അവൻ നമ്മെ ഒരിക്കലും കൈവിടത്തില്ല. നമുക്ക് ജീവൻ തരുന്ന ഇടയൻ, പച്ചയായ പുൽപ്പുറങ്ങളിൽ കൃപയുടെ താഴ്വരയിൽ നടത്തുന്നവൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്നവൻ, അതിലുപരിയായി നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കും. അവൻ കൂരിരുൾ പാതയിൽ നാം യാത്ര ചെയ്യുമ്പോൾ അവൻ നമ്മോട് ചേർന്ന് നടക്കും. നമ്മൾ ആരായിരുന്നു? മുൻപേ നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നല്ല ഇടയന്റെ അടുക്കൽ വന്നു. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഞാൻ ഈ ദൈവവചനത്തെ ധ്യാനിക്കുമ്പോൾ എന്റെ ആത്മാവ് ഉണർത്തിയിട്ട് ഞാൻ ഇത് ക്രമമായി ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു മീറ്റിംഗ് സ്ഥലത്ത് ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവിടെ ഒരാളാണ് എന്നോട് ഇത് പറഞ്ഞത്. ബ്രദർ ജോസേ, ഈ കാര്യം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ വിശുദ്ധന്മാരുടെ ഏറ്റവും വലിയ പ്രസംഗ വിഷയമായിരുന്നു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഒരു അവകാശമുണ്ട്, അവർക്ക് വെളിച്ചത്തിൽ ഒരു സംരക്ഷണമുണ്ട്, അവർ വെളിച്ചത്തിൽ ഒരു അധികാരമുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് അത് ഏറ്റു പറയാം. ഞാൻ എന്റെ കർത്താവിനെ അനുഗമിച്ചതുകൊണ്ട് എനിക്കൊരു അധികാരം തന്നിരിക്കുന്നു. ഏതാണ്? അവന്റെ മകനാണെന്ന് അഭിമാനിപ്പാൻ, ദൈവമക്കളെന്ന് അഭിമാനിപ്പാൻ, അതിലുപരി ശത്രുവായ സാത്താന്റെ തലകളെ ചവിട്ടി മെതിപ്പാനുള്ള അധികാരം എനിക്ക് തന്നിട്ടുണ്ട്. മുൻപേ ഇരുളായിരുന്ന നമ്മെ ഇപ്പോൾ അവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടു